അര കപ്പ് 1/4 കിലോ കപ്പളങ്ങ, പിന്നെ 1/4 കിലോ കാച്ചിൽ, ഇത്രയും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇന്ന് നമുക്കതൊരു പിരളനാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് വേവിക്കുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പിരളനാണ് വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട. ഞാൻ ഇത്രയും ഇതൊക്കെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. തീ വേന്താൽ മതി. അപ്പോൾ നമുക്കിത് 2 വിസിൽ വേണ്ടി വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ മസാല ഇനി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മുറി തേങ്ങയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. തേങ്ങ ഞാൻ ശരിക്കുള്ള ഓൾ തേങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കറിവേപ്പില, അത് ഒരു 4 ഇഞ്ച്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഒരു 4 ഉള്ളി, പിന്നെ ഒരു 4 കാന്താരി, 1 ടീസ്പൂൺ ജീരകം, ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. 2 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇതിൻ്റെ ആവി പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കാച്ചിലും ഓമയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അതുപോലെ ഉടച്ചിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ നമുക്കിതിനകത്തേക്ക് ചേർക്കാം. ഇത് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. മീഡിയം ഒരു ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി കൂടുതൽ തീ വേണ്ട. ജസ്റ്റ് പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അടിപൊളി കാച്ചിൽ കപ്പളങ്ങ പിരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയായ ഒരു വിഭവമാണിത്. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഞാൻ വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ. നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിരുചിരമായ ഡിഷാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഇത്രയായിട്ടുള്ളൊരു ബെല്ലൈക്കോൺ ഉണ്ട്, ഓളെന്ന്. അത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ദെൻ, ബൈ.